بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد. قال الإمام السعدي رحمه الله: الحديث الثالث عشر، പതിമൂന്നാമത്തെ حديث. عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم: المؤمن للمؤمن كالبنيان يشد بعضه بعضا متفق عليه. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദ, ഒന്ന് മറ്റൊന്നിന് ബലം നൽകുന്നതാണ്. അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്? അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹുവിന്റെ പേര് അബ്ദുല്ലാ ബിൻ ഖൈസ്. അബ്ദുല്ലാ ബിൻ ഖൈസ് അത്തമീമി. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ലഖദ് ഊതിയ ഹാദാ മിൻ മസാമീരി ആലി ദാവൂദ് അലൈഹിസ്സലാം. യാ അബാ മൂസ ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്. ദാവൂദ് കുടുംബത്തിന്റെ മസാമീർ, അതിൽ നിന്നുള്ള ഒരു മിസ്മാർ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മിസ്മാർ എന്ന് പറഞ്ഞാൽ സൗത്തുൻ ഹസൻ എന്നാണ്, നല്ല ശബ്ദം. ഏറ്റവും മനോഹരമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിയായിരുന്നു അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹു. അപ്പൊ ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിലുള്ള ആ മനോഹരമായ ശബ്ദം നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ മനോഹരമായ ഖുർആൻ പാരായണത്തെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. قال قال رسول الله صلى الله عليه وسلم: المؤمن للمؤمن كالبنيان يشد بعضه بعضا وشبك بين أصابعه متفق عليه بين أصابعه. وهذا الحديث حديث عظيم من جوامع كلمه عليه الصلاة والسلام، حيث بين عليه الصلاة والسلام ضرورة حصول الترابط أو حصول الترابط بين المسلمين. ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കുന്നത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബന്ധം, ആ ബന്ധം ഉണ്ടായിരിക്കേണ്ടതിന്റെ ദറൂറത്തിനെ സംബന്ധിച്ചാണ്. മുസ്ലിമുകൾക്കിടയിൽ നിലനിൽക്കേണ്ട ബന്ധം അത് അനിവാര്യമാണ്, നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് ആ ബന്ധം മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുക? വതൗസീഖു തിൽക റാബിത അൽ ഇസ്ലാമിയ്യ വൽ അലാഖ അൽ വസീഖ, അതായത് ഇസ്ലാമികമായിട്ടുള്ള ബന്ധമായിരിക്കണം. അത് ശക്തമായ ബന്ധം, അത് ഇസ്ലാമികമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബന്ധത്തെ ഉപമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫമസല ഹാദ തറാബുത് കതറാബുത്തുൽ ബുനിയാൻ, കെട്ടിടങ്ങളുടെ ബന്ധം, അതായത് കെട്ടിടത്തിലെ കല്ലുകൾ പരസ്പരമുള്ള ബന്ധം, ഒരു കെട്ടിടത്തിന്റെ കല്ലുകൾ പരസ്പരമുള്ള ബന്ധം പോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ ഉപമിച്ചത്. ലബിന മഅ ലബിനത്തിൻ ഉഖ്റ ഹത്താ യഖൂമൽ ബിനാഉ വഹത്താ യഹ്സുലൽ ഇന്തിഫാഉ മിൻ ദാലിക്കൽ ബുനിയാൻ. ഒരു കല്ല് മറ്റൊരു കല്ലിന് മുകളിൽ വെച്ച്, അങ്ങനെ ഒന്ന് മറ്റൊന്നിന് മുകളിൽ, അങ്ങനെ ഒന്ന് മറ്റൊന്നിനെ താങ്ങി അതിന് ബലം കൊടുക്കുന്നതായി തീരും. അങ്ങനെയാണ് ആ ബുനിയാൻ, ആ ഒരു കെട്ടിടം നിലനിൽക്കുക. ഫലാ യതിമു ദാലിക ഹത്താ യതിമ തറാബുത് അൽ വസീഖ് ബൈന തിൽകൽ ലബിനാത്ത്. ഒരു കല്ലും മറ്റൊരു കല്ലും തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെങ്കിൽ അല്ലാതെ കെട്ടിടം നിലനിൽക്കുകയില്ല. നേരെ മറിച്ച് ഒരു കല്ലിനും മറ്റൊരു കല്ലിനും ഇടയിൽ ഒരു ഫുർജ, ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന് ഉറപ്പിനെ അത് ബാധിക്കും, കെട്ടിടം പൊളിഞ്ഞു വീഴും. ഇപ്പൊ എന്താണോ താഴെ ഒരു കല്ലിന്റെ മുകളിൽ ഉള്ളതെല്ലാം താഴെ വീഴും. അങ്ങനെ ആ കെട്ടിടത്തിന് വളരെ അപകടകരമായിട്ടുള്ള ദററുകൾ, ഉപദ്രവങ്ങൾ സംഭവിക്കും. അതുപോലെയാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉള്ള ബന്ധം.
ആ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ ഒരു ഫുർജ, ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ബന്ധം പൂർണ്ണമാകുകയില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബലക്ഷയത്തിന് അത് കാരണമായി തീരും. മുസ്ലിങ്ങൾക്കിടയിൽ പല ഉപദ്രവങ്ങളും മുസ്ലിങ്ങൾക്ക് സംഭവിക്കും. ومن أعظم الأشياء التي من خلالها يتم هذا الترابط الوثيق التعاون على البر والتقوى. മുസ്ലിമീങ്ങൾക്കിടയിൽ ഉള്ള ആ ശക്തമായ ബന്ധത്തിന് പൂർത്തീകരിക്കുന്നതാണ് നന്മയിലും തഖ്വയിലുമുള്ള പരസ്പരമുള്ള സഹകരണം. നന്മയിൽ പരസ്പരം സഹകരിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. فإن الله عز وجل أمر بذلك أمرنا بذلك فقال وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം സഹകരിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹകരിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയിലും അതിക്രമത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. അപ്പോൾ അല്ലാഹു തആലയുടെ കൽപ്പനയാണ് മുസ്ലിമീങ്ങൾ പരസ്പരം നന്മയിൽ സഹകരിക്കുക എന്നുള്ളത്. വഹാദ തആവൻ ബദ ബിത്തനാസുഹ്, അത്തരത്തിലുള്ള സഹകരണം ഏറ്റവും അത് ആരംഭിക്കുന്നത് പരസ്പരമുള്ള നസീഹത്തുകളെ കൊണ്ടാണ്, പരസ്പരം ഉപദേശിക്കുക എന്നതുകൊണ്ടാണ് ആ തആവുൻ ആരംഭിക്കുക. അതേപോലെ വഹകദ അൽ അംർ ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കുക. വന്നഹി അനിൽ മുൻകർ, തിന്മയെ തൊട്ട് വിരോധിക്കുക. വഹകദ ഇബ്തിആദ് അനിൽ ദുനൂബ് വൽ മആസി, തിന്മകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അവനെ അകറ്റുക. ഇതെല്ലാം നന്മയിലുള്ള സഹകരണമാണ്. വഖദ് ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരനെ നീ സഹായിക്കുക, അവൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് ഹാദാ നൻസുറുഹു മദ്ലൂമൻ ഫകൈഫ നൻസുറുഹു ളാലിമൻ, ആക്രമിക്കപ്പെട്ടവനെ നമ്മൾ സഹായിക്കും, അത് അറിയപ്പെട്ടതാണ്. എന്നാൽ ഒരു അക്രമി എങ്ങനെയാണ് സഹായിക്കുക? ഖാല തഖുദ് ഫൗഖ യദൈഹി, അവന്റെ കൈക്ക് പിടിക്കണം. അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അക്രമം പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവനെ തടയുക. അത് അക്രമിക്കുള്ള സഹായമാണ്, അക്രമിയെ സഹായിക്കലാണ്. അക്രമം ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയുക എന്നത് അക്രമിയെ സഹായിക്കലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരനെ നീ സഹായിക്കുക, അവൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും. പിന്നെ ദുൽമ ചെയ്യാൻ അവന് സാധിക്കരുത്, അതുകൊണ്ട് അവനെ കൈക്ക് പിടിക്കും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് സഹോദരങ്ങൾക്കിടയിലുള്ള ബന്ധം അതിന്റെ പൂർണ്ണതയിലെത്തും, പൂർത്തിയാകും, ആ ബന്ധം ശക്തമായി തീരും. വഹാകദാ ഹറമൽ ഇസ്ലാമു കസീറൻ മിനൽ ബുയൂ മിൻ അജ്ലി ഹാദാ തറാബുത്, ഈ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഇസ്ലാമിൽ ഒരുപാട് കച്ചവടങ്ങൾ ഹറാമാക്കപ്പെട്ടത്. പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. ഹറമ ബൈഉൻ നജിഷ്, നജിഷ് എന്ന് പറയുന്ന തരത്തിലുള്ള കച്ചവടം അത് ഇസ്ലാമിൽ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. എന്താണ് നജിഷ് എന്ന് പറഞ്ഞാൽ? നജിഷ് എന്ന് പറയുന്നത് പലതരത്തിലാണ്. നമ്മൾ മുമ്പ് ദർസിൽ പറഞ്ഞിട്ടുണ്ട്. നജിഷ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണമാണ്, ഒരാളൊരു സാധനം ഒരു കച്ചവടത്തിന് വേണ്ടി വെച്ചു, കച്ചവടക്കാരൻ 50 രൂപയാണ് വില. അപ്പോ ഒരാളത് മേടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വാങ്ങാൻ വന്ന ആള് അതിന് വില പേശി ഒരു 40 രൂപ പറഞ്ഞു. അപ്പൊ തൊട്ട് അടുത്തുള്ള ആളെന്ത് ചെയ്തു? അയാൾക്ക് ആ സാധനം വാങ്ങാൻ ഉദ്ദേശമില്ല, ആ കച്ചവടം അവിടെ നടക്കണമെന്ന് ഉദ്ദേശമില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ സാധനം വേണ്ട. പക്ഷെ ഈ വന്ന ആൾക്ക് ആ സാധനം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കച്ചവടക്കാരൻ്റെ അടുത്ത് വില കൂട്ടി പറയും. അയാൾക്ക് 40 പറയണേ, ഞാൻ 50 തരാം അല്ലെങ്കിൽ 60 തരാം. അങ്ങനെ ഈ ആവശ്യക്കാരനായിട്ടുള്ള ആളെന്ത് ചെയ്യും? ഈ പറഞ്ഞ 60 രൂപ കൊടുത്തിട്ട് ആ സാധനം മേടിക്കും. ഒന്നുകിൽ അത് ഈ കച്ചവടക്കാരനും ഈ പറയുന്ന നാജിഷ്, അയാൾ നാജിഷ് എന്ന് പറയാം, അയാൾ തമ്മിൽ ഇത്തിഫാക്കായിട്ടുള്ളതായിരിക്കും. അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ സാധനം മേടിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യണം? അതിന് വന്നിട്ട് വില കൂട്ടി പറയണം.
അത് നിനക്ക് ആവശ്യക്കാരനാളെ നിലക്ക് നീ അത് വില കൂട്ടി പറയണം. അപ്പൊ ഈ ആവശ്യമുള്ള ആളെന്ത് ചെയ്യും? ഇയാൾ പറഞ്ഞ വിലക്കാ സാധനം എടുക്കും. അതാണ് ഒരു തരത്തിലുള്ള നജിഷിന്റെ ഒരു രൂപം അങ്ങനെയാണ്. അതേപോലെ തന്നെ വില കുറക്കാൻ വേണ്ടിയിട്ടും പറയും. വില കുറച്ച് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നജിസ് ചെയ്യും. ഇതെല്ലാം ഹറാമാണ്. ഇപ്പോൾ ഇസ്ലാമിൽ പലതരത്തിലുള്ള കച്ചവടങ്ങൾ ഹറാമാക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബന്ധം അത് അതേപോലെ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ നജിഷ് അത് നിരോധിക്കപ്പെട്ടു. വഹറമൽ ഖിയാന, ചതി, വഞ്ചന, അത് ഇസ്ലാമിൽ ഹറാമാണ്. വഹറമൽ ഗീബ, വഹറമൽ നമീമ, നമീമത്തും ഗീബത്തും ഏഷണിയും പരിദൂഷണയും ഇസ്ലാമിൽ ഹറാമാക്കപ്പെട്ടു. വഹറമ ഹാദിൽ അഷ്യാ മിൻ അജ്ലി അൻ യതിമ്മ ഹാദ തറാബുത്ത് വൻ യതിമ്മ ഹാദൽ ബുനിയാൻ വൻ യസ്തമിറ ഹാദൽ ബുനിയാൻ. അപ്പൊ ആ ഒരു പരസ്പരമുള്ള ബന്ധം അത് അതിന്റെ പൂർണ്ണതയിൽ തന്നെ നിലനിൽക്കാനും വേണ്ടിയിട്ടാണത് ഹറാമാക്കപ്പെട്ടത്. ഗീബത്താകട്ടെ, നമീമത്താകട്ടെ, ചതി, വഞ്ചന, ഇതെല്ലാം. വലിഹാദ യഖൂലുല്ലാഹു അസ്സ വജൽ വൽ മുഅ്മിനൂൻ വൽ മുഅ്മിനാതു ബഅദുഹും ഔലിയാഉ ബഅദ് يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. والمؤمنون والمؤمنات സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ പരസ്പരം സഹായിക്കുന്നവരാണ്. എങ്ങനെയാണ് സഹായിക്കുന്നത്? യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു. വയൻഹൗന അനിൽ മുൻകർ, തിന്മയെ തൊട്ട് അവർ വിരോധിക്കുകയും ചെയ്യുന്നു. വയുഖീമൂന സ്സലാ വയുഅ്തൂന സക്കാ വയുതീഊന അല്ലാഹ വറസൂലഹു. ഫഹാദൽ ഹദീസു ലൗ തഅമ്മലഹു الإنسان لأدرك يقينا عظم هذا المثل الذي ضربه النبي صلى الله عليه وسلم حتى يتم هذا الترابط الوثيق ويتم هذا البنيان. ഈ ഹദീസിനെ കുറിച്ച് നല്ല നിലക്ക് ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ആ ഉപമ അത് എത്രമാത്രം ഉന്നതമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു ഉപമയാണ്. കെട്ടിടവുമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഉപമിച്ചു. കെട്ടിടത്തിന്റെ കല്ലുകളെ പോലെ ഒരു കല്ല് മറ്റൊരു കല്ലിന് ബലം നൽകുന്നതാണ്. ആ കല്ലുകൾക്കിടയിൽ വിടവ് വന്നു കഴിഞ്ഞാൽ ആ കെട്ടിടം പൊളിഞ്ഞു വീഴും. അതുപോലെയാണ് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ബന്ധം. അതിന് വിടവ് സംഭവിച്ചാൽ അവർക്കിടയിലുള്ള ബന്ധം അത് വഷളാകും. നസ്അലുല്ലാഹ അസ്സ വജല്ല അൻ യുവഫിഖനാ ജമീഅൻ ലിമാ യുഹിബ്ബുഹു വയർദാ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല الإمام السعدي رحمه الله الحديث الثالث عشر